ഒരു മനുഷ്യൻ കഅബത്തിന്റെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. നല്ലവണ്ണം ശ്രദ്ധിക്കണേ. ഒരു മനുഷ്യൻ കഅബത്തിന്റെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പൊ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ദുആയിർക്കുന്നുണ്ട്. അല്ലാഹുമ്മ അഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. അല്ലാഹുമ്മ പടച്ചവനെ അഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ, ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് മുസ്ലിമാക്കി എന്നെ മരിപ്പിക്കണേ അല്ലാ. ഇയാള് വല്ലാത്ത സങ്കടത്തിലാ അത് പറയണത്. കേട്ടാ ഒരു പ്രത്യേക സ്വഭാവത്തിലാ പറയണത്. എന്താ ചങ്ങായി, ഇത് എല്ലാവർക്കും വേണ്ടത് തന്നെയല്ലേ? ഇയായിട്ട് ഇത്ര വലിയ ഒരു അത്ര കട്ടിയിൽ വരക്കാൻ എന്താ കാരണം? ഇത് എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ? ഈ കഅബത്തിന് ഇറങ്ങിച്ചെന്ന ആള് ചോദിച്ചു. ഈ കഅബത്തിന്റെ കില്ല പിടിച്ചിട്ട് സങ്കടപ്പെട്ട് ദ്വാരക്കണ ആളോട് ഇറങ്ങിച്ചെന്ന ആള് ചോദിച്ചു, ഇതെല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ? ഇയായിട്ട് ഇപ്പൊ ഇത്ര സങ്കടപ്പെട്ട് ദ്വാരക്കാൻ എന്താ? അപ്പൊ അയാള് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ദ്വാരക്കുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട്. എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. ഒരു ജ്യേഷ്ഠൻ ഒരു പള്ളിയിൽ 70 കൊല്ലം ബാങ്ക് കൊടുത്ത 50 കൊല്ലം ബാങ്ക് കൊടുത്ത ആളാണ്. 50 കൊല്ലം അയാള് മുക്രിയാണ്. ഒരു പ്രതിഫലവും പറ്റാതെ ബാങ്ക് വിളിച്ച മനുഷ്യനാണ്. നാളെ പരലോകത്ത് അള്ളാന്റെ പള്ളിയിൽ ജമാഅത്തിന് ബാങ്ക് വിളിച്ച മുഅദ്ദിനീങ്ങൾ വരുന്ന സമയത്ത് ആരാ മുഅദ്ദിനീങ്ങളെ നേതാവ്? റസൂലുള്ളാഹിന്റെ മുഅദ്ദിൻ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, മുഅദ്ദിനു റസൂലില്ലാഹി. അള്ളാന്റെ റസൂലിന്റെ ബാങ്കുകാരൻ ബിലാലല്ലേ? ദുനിയാവിലെ ബാങ്കുകാരുടെ നേതാവ് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. ആ ബാങ്ക് കൊടുത്ത മനുഷ്യന്മാര് ഒരു പീഠത്തിന്റെ മുകളിൽ അല്ലാഹു തആല മഅ്സറയിൽ കയറ്റി നിർത്തിയപ്പോ അവരുടെ മുഖത്തിന്റെ പ്രകാശം മഅ്സറയിലുള്ള സർവ്വജനങ്ങളും കണ്ടതിന്റെ പേരിൽ അതാ മുഴുവൻ ആളുകളും ചിന്തിക്കുന്നു, ഞാനും മുക്രിയായിരുന്നെങ്കിൽ, ഞാനും ഒരു മുഅദ്ദിനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മഹ്ശറിൽ എടുത്തു പറയത്തക്ക ഒരു ശ്രേഷ്ഠത അല്ലാഹു തആല അവർക്ക് നൽകുകയും അത് കണ്ടിട്ട് മറ്റു ജനങ്ങൾ ഞാനും അവനെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്ന വലിയ ഒരു സ്ഥാനമുള്ള കക്ഷികളാണ് അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് കൊടുത്ത മനുഷ്യന്മാർ. അങ്ങനത്തെ പണിയാ ഈ മനുഷ്യൻ ചെയ്തിരുന്നത്. 50 കൊല്ലം. മരിക്കുന്ന ദിവസം വന്നു, എന്റെ ജ്യേഷ്ഠൻ മരിച്ചു. മരിക്കുന്ന ദിവസം വന്നപ്പോൾ ഈ ജ്യേഷ്ഠൻ ഖുർആൻ ഒക്കെ പഠിച്ച ആളാണ്, മനപ്പാടമാണ്. ഈ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു, മോനെ ഒരു മുസഹഫ് എടുത്തു കൊണ്ടുവാ. ഞാൻ വിചാരിച്ചു അത് ബർക്കത്തിന് വേണ്ടിയായിരിക്കും, മരിക്കുന്ന സമയത്ത് ഖുർആൻ ഓതി മരിക്കാനായിരിക്കും. മരിക്കുന്നത് വരെ ഖുർആനുമായി ബന്ധപ്പെട്ട മനുഷ്യൻ അങ്ങനെ തന്നെ ഓതി മരിക്കാനായിരിക്കും. മുസഹഫ് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തപ്പോ ആ മുസഹഫ് ഇങ്ങനെ മലർത്തി പിടിച്ചിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി ബരീഉം മിമ്മാ ഫീഹി, അല്ലാഹുമ്മ ഇന്നി ബരീഉം മിമ്മാ ഫീഹി. ഇതിൽ പറഞ്ഞ ഒരു വിഷയവും എനിക്ക് ബാധകമല്ല, ഇത് മുസ്ലിമീങ്ങൾക്ക് ബാധകമാണ്. തനസ്സർതു, ഞാൻ ക്രിസ്ത്യാനിയായി. ഇതിങ്ങനെ പൊന്തിച്ചു പിടിച്ചിട്ട് പറയാണ്, ഇതീ പറഞ്ഞതൊന്നും എനിക്ക് ബാധകമല്ല, അതൊക്കെ മുസ്ലിമീങ്ങൾക്കുള്ളതല്ലേ, ഞാൻ ക്രിസ്ത്യാനിയാണ്. അയാളങ്ങ് മരിച്ചു. 50 കൊല്ലം ബാങ്ക് കൊടുത്ത ഈ മനുഷ്യൻ, ഖുർആനൊക്കെ പഠിച്ച ഈ മനുഷ്യൻ മരിക്കുമ്പോ കാഫറായിട്ടാ മരിച്ചത്. പഠിച്ചവനെ. പിന്നെ ആ പണി ഏറ്റെടുത്തതിന്റെ 2ാമത്തെ ജ്യേഷ്ഠനാണ്. ഇയാൾ പറയാം, എന്റെ 2ാമത്തെ ജ്യേഷ്ഠനാണ് ഈ പണി ഏറ്റെടുത്തത്. അയാൾ എന്ത് ചെയ്തു? അയാൾ ഇങ്ങനെ ബാങ്ക് കൊടുത്ത് 30 കൊല്ലം ജീവിച്ചു. 30 കൊല്ലം ജീവിച്ചിട്ട് മരിക്കുന്ന ദിവസം വന്നപ്പോൾ അയാളും ഇതുപോലെ മുസഹഫ് കൊണ്ടുവരാൻ പറഞ്ഞു. ആ മുസഹഫ് ഇങ്ങനെ മലർത്തി പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ബരീഉം മിമ്മാ ഫീഹി, ഞാൻ ഇതിൽ നിന്ന് കൊയ്വാണ്, ഞാൻ കാഫറാണ് എന്ന് പറഞ്ഞിട്ട് അയാളും കാഫറായി മരിച്ചു. എന്റെ 2 ജ്യേഷ്ഠന്മാർ എപ്പോഴും പള്ളിയിൽ തന്നെ ജീവിച്ച് പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളാണ്. അങ്ങനെ ആ പള്ളിയിൽ കഴിഞ്ഞുകൂടിയ മനുഷ്യൻ, അവസാനം ബാങ്ക് കൊടുത്ത് ജീവിച്ച മനുഷ്യൻ, മഹ്ശറയിൽ ഏറ്റവും വലിയ പദവി കിട്ടുന്ന മനുഷ്യൻ, ഖബറ് തുരുമ്പ് പിടിക്കൂല, ഖബറിൽ മണ്ണ് തിന്നൂല, ഖബറിൽ ചതല് പിടിക്കൂല എന്ന് പറഞ്ഞ പവിത്രതയുള്ള കക്ഷികൾ
മനുഷ്യൻ മരിക്കുമ്പോ ഈമാനില്ലാതെ കാഫറായിട്ട് മരിച്ചിട്ട് മുസഹാഫ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ബാധകല്ല, ഇതൊക്കെ ഞാൻ ഒഴിവാണ് എന്ന് പറഞ്ഞിട്ട് മരിച്ചു. മൂന്നാമത് ആ പണി ഏറ്റെടുത്തത് ഞാനാണ്. ഇപ്പൊ പള്ളിയിലെ മുക്കറി ഞാനാ. എന്റെ മുൻപത്തെ ചേട്ടനും രണ്ടാമത്തെ ചേട്ടനും നടത്തിയ പണി ഇപ്പൊ ഞാനാ നടത്തുന്നത്. രണ്ട് അനുഭവം എന്റെ മുമ്പിലുള്ളത് കൊണ്ട് ഞാൻ ചിന്തിക്കുന്ന പടച്ചോരെ ഞാനും അതുപോലെ ആകുമോ? സംഭവിക്കല്ലേ. അല്ലാഹുമ്മ അഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. എന്നെ മുസ്ലിമാക്കി വരിപ്പിച്ചു തരണം പടച്ചോരെ. മരിക്കണ സമയത്തിന്റെ ഈമാനിന് കേടുപറ്റരുത്. ഞാൻ ഇത്ര സങ്കടപ്പെട്ട് പറയാനുള്ള കാരണം അതാണ് എന്ന് പറഞ്ഞു. ഇത് സാധാരണ മനുഷ്യൻ പറയും പോലല്ല. എന്റെ രണ്ട് ജ്യേഷ്ഠന്മാരിന്റെ പെരിയിൽ മരിച്ചിറങ്ങി പോയത് ഇങ്ങനെയാണ്. അപ്പൊ ഇയാള് ചോദിച്ചു, കഅബത്തുങ്ങൾക്ക് ചെന്ന ആള് ചോദിച്ചു, എന്ത് തെറ്റാ മോനെ ഓല് ചെയ്തത്? എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്റെ കുട്ടികൾക്ക് ഉണ്ടായിരുന്ന തെറ്റ്? എന്താണോ ഓല് തെറ്റ് ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല ഉസ്താദേ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ തഫ്സീർ റൂഹുൽ ബയാൻ ഈ സൂറത്തുൻ നിസായിലെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, വകാന യൻളുറാനി ഇലാ ഔറാത്തിൻ നിസാ. പെണ്ണുങ്ങളെ ഔറത്ത് നോക്കുമായിരുന്നു. ഇവർക്ക് ആകെ ജീവിതത്തിൽ ചെയ്ത തെറ്റ് പെണ്ണുങ്ങളെ രഹസ്യം കുത്തിച്ചിരിക്കുക, അന്വേഷിക്കുക, പെണ്ണുങ്ങളെ ഔറത്ത് നോക്കുക. അപ്പൊ ആ തെറ്റിന്റെ ഒരു ഗൗരവങ്ങൾ ചിന്തിച്ചു നോക്കാണ്. ആ ചെയ്യണ തെറ്റിന്റെ ഒരു ഗൗരവങ്ങൾ ചിന്തിച്ചു നോക്കാണ്. ആർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? പെണ്ണുങ്ങളോടിരുന്ന് വർത്താനം പറഞ്ഞു, അവരെ ഫേസ് ചെയ്യണീന്, ഫോണിൽ കൂടി സംസാരിക്കുന്നത് എന്നൊരു ഫാഷനാ. ഫോൺ എടുക്കുക, അങ്ങോട്ട് വിളിക്കുക, അസ്സലാമു അലൈക്കും. പച്ച ഹറാം. അന്യ സ്ത്രീ അന്യ പുരുഷന് സലാം ചെല്ലുകയാണ്. സലാം ചെല്ലണത് എന്തിനാ? തമ്മില് സ്നേഹം ഉണ്ടാവാനാ. അതല്ലേ വിദേഹത്തുകാരന് സലാം ചെല്ലരുത് കാരണം സ്നേഹിക്കാൻ പറ്റിയോന്നല്ലല്ലോ അവന്.